ഇന്ന് ചന്തയിൽ പോയപ്പോൾ മീനൊന്നുമില്ല. അപ്പം നോക്കിയപ്പോൾ ഞണ്ടുണ്ടായിരുന്നു. ഞണ്ട് ഇതെല്ലാം അവർ വൃത്തിയാക്കി തന്നതാണ്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരെണ്ണം ഞാൻ വൃത്തിയാക്കാതെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു ഞണ്ട് അത് നമുക്കൊന്ന് വൃത്തിയാക്കി നോക്കാം. ഒരെണ്ണം അതാ ഞാൻ വൃത്തിയാക്കാതെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് നമുക്ക് വൃത്തിയാക്കി നോക്കാം. നല്ല ചത ഉള്ള ഞണ്ടാണ്. ഞണ്ട് തോരൻ വയ്ക്കാം. ഇതൊരു പാടാണല്ലേ മടക്കിയെടുക്കാൻ നല്ല പാടാണ്. വലിയ കഴിവുണ്ട്. കഴിവിട്ട് വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കണം. നല്ല ചത ഉണ്ടാകും. നല്ല ചതയുണ്ട്. നമുക്ക് തോരൻ വയ്ക്കാം. വൃത്തിയാക്കിയിട്ട് വരട്ടെ. ഞാൻ വേവിക്കാൻ വയ്ക്കാം. കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വയ്ക്കാം. കുറച്ച് വെള്ളം മതി. ഇത് ഉപ്പിടാം. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം വേവിക്കാം. നല്ലതുപോലെ തിളച്ചു. ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതും കൂടെ ഇട്ട്, പശത്തൊന്നും വേണ്ട, ഇതിൽ കൂടെ ഇട്ട് വേവിക്കും. അതാണ് രുചി. പശയ്ക്ക എണ്ണ, മറ്റേ എണ്ണയും കുറയും. ഇതിൽ കൂടെ ഇട്ട് വേവിച്ച് വേവും. ഇറച്ചി വേവുമ്പോൾ ഉള്ളിയും വേവും. അടച്ച് വെച്ച് വേവിക്കാം. ഇതിങ്ങനെ ഇരുന്ന് വേവണയാണ് രുചി. വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. കടുകിട്ട് വറ്റൽ മുളകില്ല, കറിവേപ്പില ഉണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. അരപ്പൊന്നിടാം. ഒന്ന് ചൂടാക്കിയിട്ട് ഞണ്ടെടുത്തിടാം. നല്ല കുണ്ടത്തിലെല്ലാം പിടിക്കും. ഒരുപാട് സമയം വേണ്ട. ഞണ്ട് പെട്ടെന്ന് ഇതിന് വേണമെങ്കിൽ ഇഞ്ചി പച്ചമുളക് ഇടാം. നമുക്കതൊന്നും വേണ്ട. പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി പച്ചമുളക് ഇടുമ്പോൾ കടിക്കുന്നതുകൊണ്ട് അവർ കഴിക്കില്ല. ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ പിള്ളേരെല്ലാം ഇഞ്ചി കടിക്കുന്നുണ്ട് പച്ചമുളക് എരിപ്പൊന്നും പറഞ്ഞ് വെച്ചു. ഇത് നല്ല അപ്പം ചുട്ട് വെച്ചത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അരിച്ചിനി മുറിച്ചഴിച്ച് വെച്ച് ഇങ്ങനെ തിന്നും. ഇതിൽ മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇപ്പം നോക്കാം. ഒന്ന് കൂട്ടെല്ലാം ഒന്ന് വൃത്തി മൂക്കിട്ട് നിങ്ങളിങ്ങനെയാണ് വയ്ക്കുന്നത്. തേങ്ങ ചേർക്കാതെ വയ്ക്കുമല്ലോ. അത് ദോശയ്ക്ക് കറി വയ്ക്കും. തേങ്ങ എല്ലാം ദോശയ്ക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കും. ഇതെല്ലാം കട്ടി കിട്ടാൻ കഴിക്കും. സ്വാദം കിട്ടും. അത് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ കൊള്ളാം. ഇത് ഇങ്ങനെ തന്നെ ഞാൻ വയ്ക്കുള്ളൂ. പിള്ളേർക്ക് ഇതാണ് ഇഷ്ടം. ഇതിൻ്റെ ഇങ്ങനത്തെ ഇതെല്ലാം ഇതിനെ ഉടച്ച് ഇതിനകത്തിരിക്കും ചത. ആ ചത എടുത്താണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. ഇതിന് നല്ല ഉടച്ചെടുക്കും. തോടാണ്. പിള്ളേർക്ക് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇതിനെ ഉടച്ച് കൊടുക്കണം. കുറച്ച് തീയൽ വെച്ചു. കുറച്ച് അവിയൽ, നല്ല ചാമ്പും കിഴങ്ങും ഉരുളക്കിഴങ്ങും ഇട്ട് വെച്ച അവിയലാണ്. ഇനി നമ്മളെ താരം ഞണ്ട് തോരനാണ് നമ്മുടെ താരം. എന്താ അടിപൊളി തോരൻ.
എല്ലാം കൂടി ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ. സൂപ്പർ. ഇതിനെ അങ്ങോട്ട് ഉടക്കിനെ പല്ലിൽ വെച്ച് കടിച്ച് ഉടച്ച് ചോറും ഞണ്ടും അവിയലും ഞണ്ടും ആലോചിച്ചിട്ട് നാക്കിൽ വെള്ളം ഊറണം. സൂപ്പർ കോമ്പിനേഷനാണ്. നല്ലൊരു സ്വാദായിരിക്കും.